ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മുട്ട പപ്സ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ നമുക്ക് ആവശ്യമായ മുട്ട നമ്മളിവിടെ വേവിക്കാൻ വെക്കുകയാണ്. മുട്ടയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേഗം തൊലി വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മുട്ട വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാവ് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് മൈദപ്പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ബട്ടർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഭയങ്കര സ്റ്റിക്കി ആയി തോന്നുകയാണെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടെ പൊടി ആഡ് ചെയ്താൽ മതി. അതിനുശേഷം ഇതാ ഞാനത് നല്ല രീതിയിലൊന്ന് കുഴച്ച് സോഫ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് 4 പപ്സിന് വേണ്ടിയിട്ടുള്ള അളവിലാണ് ഞാനിവിടെ എല്ലാം കാണിച്ചത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതാ അടിയിലേക്ക് സ്റ്റിക്ക് ആവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ഇത് പരത്തിയെടുക്കാം. പരത്തി ലെയർ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ പരത്തിയതിന് ശേഷം അതിൻ്റെ മേലായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് മൈദപ്പൊടി ഒന്നുകൂടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതാ ഈ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിത് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതാ നല്ലവണ്ണം ഇതൊന്ന് പരത്തിയെടുക്കാം. വീണ്ടും ഇത് ആദ്യം കാണിച്ച പോലെ തന്നെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ പൊടി ഇട്ട് കൊടുത്ത് അതും സ്പ്രെഡ് ചെയ്യുക. വീണ്ടും മടക്കുക, വീണ്ടും പരത്തുക. ഇങ്ങനെ റിപ്പീറ്റായി ഒരു 4-5 തവണ ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലെയർ കിട്ടും. ഇത് നമ്മൾ നല്ല രീതിയിൽ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് 4 സൈഡും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതൊരു സ്ക്വയർ ഷേപ്പിലാക്കി മാറ്റുക. അതിനുവേണ്ടി 4 സൈഡും ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ 4 മുറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷീറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതാ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉള്ളിയൊക്കെ ഇവിടെ അരിഞ്ഞ് വെക്കുകയാണ്. 1.5 ഉള്ളിയാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം.
ഉള്ളി ഇതാ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അതുപോലെ കുറച്ച് കറി ലീവ്സ് നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതൊക്കെ ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇത് നമ്മുടെ മുട്ട നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു മുട്ട എടുത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്യാം. ഇത് നമുക്ക് പപ്സിൻ്റെ ലാസ്റ്റിലേക്ക് ആവശ്യമുള്ള മുട്ടയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഷീറ്റിലേക്ക് നമ്മൾ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് അതിൻ്റെ മേലേക്കൊരു മുട്ടയുടെ ഒരു ഭാഗം കൂടെ വെച്ച് അത് നല്ല രീതിയിൽ നമുക്ക് മടക്കി കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാ ഷീറ്റും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ആ ഒരു പപ്സിനുള്ള ഗോൾഡൻ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എല്ലാത്തിൻ്റെ മേലെ എഗ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ആണ് നമ്മളിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് 45 മിനിറ്റ്സ് ഒരു പാനിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ച് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല അടിപൊളി ക്രിസ്പി എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.